قل إنما أعظكم بواحدة أن تقوموا لله مثنى وفرادا ثم تتفكروا ما بصاحبكم من جنة إن هو إلا نذير لكم بين يدي عذاب شديد قل ما سألتكم من أجر فهو لكم إن أجري إلا على الله وهو على كل شيء شهيد قل إن ربي يقذف بالحق علام الغيوب قل جاء الحق وما يبدئ الباطل وما يعيد قل إن ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തു സബഇൻ്റെ 45 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 46 മുതലുള്ള ആയത്തുകളാണ്. ഈ ആയത്തുകളുടെ ഖിറാഅത്ത് നമ്മൾ മുകളിൽ ഓതി കേട്ടിരിക്കുകയാണ്. 46-ാമത്തെ വചനത്തിൻ്റെ വാക്യർത്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ, കുൽ നീ പറയുക, ഇന്നമാ അഇളുക്കും നിശ്ചയമായും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, ബിവാഹിദത്തിൻ ഒറ്റ കാര്യം മാത്രം, അൻ തഖൂമു നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് അല്ലെങ്കിൽ തയ്യാറാകണമെന്ന്, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി, മസ്ന ഈ രണ്ടാളായിട്ട്, വഫുറാദ ഓരോരുത്തരായിട്ടും, സുമ്മ തതഫക്കറു പിന്നെ നിങ്ങൾ ചിന്തിക്കുക, മാ ബി സ്വാഹിബിക്കും നിങ്ങളുടെ ആളിൽ, സുഹൃത്തിൽ അല്ലെങ്കിൽ ചങ്ങാതിയിൽ ഇല്ല, മിൻ ജിന്നത്തിൻ യാതൊരു ഭ്രാന്തും, ഇൻ ഹുവ അദ്ദേഹമല്ല, ഇല്ലാ നദീറുൻ ഒരു താക്കീതുകാരനല്ലാതെ, ലക്കും നിങ്ങൾക്ക്, ബൈന യദൈ അദാബിൻ ഒരു ശിക്ഷയുടെ മുമ്പിൽ, ഷദീദിൻ കഠിനമായ. 46-ാമത്തെ വചനമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ പറയുക, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഈ രണ്ടാളായും ഓരോരുത്തരായും എഴുന്നേൽക്കുക, തയ്യാറാവുക, പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത്ര മാത്രം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ സൂറത്തിൻ്റെ സമാപന ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സത്യസന്ദേശത്തിൻ്റെ സ്വഭാവവും പരലോകത്തെ വൈകിയുള്ള ഖേദവും അമാനി മൗലവി വ്യക്തമായി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നൽകുന്നുണ്ട്. സൂറത്തു സബയിലെ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രധാനപ്പെട്ട ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഖുർആനിലെ ഒരു മഹാ ഉപദേശമാണ്.
സത്യം മനസ്സിലാക്കാൻ കൂട്ടം കൂടിയിട്ടുള്ള ആളുകൾ. ബഹളങ്ങളോ പക്ഷപാതപരമായ ചിന്തകളോ ഒഴിവാക്കി വളരെ നിഷ്പക്ഷമായി ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. മസ്ന വ ഫുറാദ എന്ന് പറഞ്ഞാൽ രണ്ടുപേരായി ചർച്ച ചെയ്തോ അല്ലെങ്കിൽ തനിച്ചിരുന്ന് ചിന്തിച്ചിട്ടോ സത്യം കണ്ടെത്തുക. ജനക്കൂട്ടത്തിൽ ആവേശത്തിൽ സത്യം തിരിച്ചറിയാൻ കഴിയില്ല. പ്രവാചകന്റെ മാനസികാവസ്ഥ ചെറുപ്പം മുതൽ നിങ്ങളുടെ കൂടെ ജീവിച്ച സത്യസന്ധനായ വ്യക്തിയെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് നീതിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രവാചകനെ ഭ്രാന്തനാണ്, സാഹിറാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം കഠിനമായ പരലോക ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കുന്ന ഗുണകാംക്ഷിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ 46-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തിന് യാതൊരു ഭ്രാന്തുമില്ല. കഠിനമായ ഒരു ശിക്ഷയുടെ മുമ്പിൽ അദ്ദേഹം നിങ്ങൾക്കൊരു താക്കീതുകാരനാണെന്നല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് പറഞ്ഞത്, മാ ബി സ്വാഹിബിക്കും മിൻ ജിന്നത്തിൻ ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 47-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, ഖുൽ നീ പറയുക, മാ സഅൽതുക്കും ഞാൻ നിങ്ങളോട് എന്തു ചോദിച്ചുവോ വല്ലതും ചോദിച്ചാൽ മിൻ അജിരിൻ പ്രതിഫലമായിട്ട് ഫഹുവ ലക്കും എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇൻ അജിരിയ എൻ്റെ പ്രതിഫലമല്ല, ഇല്ല അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ, വഹുവ അവൻ അലാ കുല്ലി ഷൈഹിൻ എല്ലാ കാര്യത്തിൻ്റെ മേലും ഷഹീദുൻ സാക്ഷ്യം വഹിക്കുന്നവനാണ്, സന്നദ്ധനാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. പറയുക, ഞാൻ നിങ്ങളോട് പ്രതിഫലമായി വല്ലതും ചോദിക്കുന്ന പക്ഷം അത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ മേലല്ലാതെ ബാധ്യതയില്ല. അവൻ എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. ഇതാണ് 47-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകന് നിഷ്കളങ്കമായ പ്രബോധനത്തെക്കുറിച്ച് പ്രവാചകത്വത്തിൻ്റെ തെളിവ് കൂടിയാണ്. പ്രവാചകന്മാർ ജനങ്ങളിൽ നിന്ന് ധനമോ അല്ലെങ്കിൽ സ്ഥാനമാനമോ സ്വത്തോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പ്രതിഫലം അള്ളാഹു ആണ് കൊടുക്കുന്നത്. നബിമാരുടെ പ്രബോധനത്തിൻ്റെ സമ്പൂർണ്ണ നന്മയും ഗുണവും ജനങ്ങൾക്ക് തന്നെയാണ്. ഇത് സ്വീകരിച്ചാൽ അവരവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. പ്രവാചകന്റെ പ്രതിഫലം നൽകേണ്ടത് സകല കാര്യങ്ങൾക്കും സാക്ഷിയായ അള്ളാഹു ആകുന്നു. അലാ കുല്ലി ഷൈ വഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എല്ലാത്തിനും സാക്ഷിയായ അള്ളാഹു ആകുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുക കൂടിയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടമോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതൊക്കെ പ്രവാചകന് നേടിയെടുക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് നിഷ്കളങ്കമായ നസീഹത്തോടു കൂടിയുള്ള ഇസ്ലാമിക പ്രബോധനമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. 48-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, ഖുൽ ഇന്ന റബ്ബി അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സൂചിപ്പിക്കുകയാണ്, ഖുൽ നീ പറയുക, ഇന്ന റബ്ബി നിശ്ചയമായും എൻ്റെ റബ്ബ് യഖ്ദിഫു ഇടുന്നു, എറിയുന്നു, ബിൽ ഹഖി യാഥാർത്ഥ്യം കൊണ്ട്, അല്ലാമുൽ ഖുയൂബ് അദൃശ്യം നന്നായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പറയുക നബിയെ, നിശ്ചയമായും എൻ്റെ റബ്ബ് യാഥാർത്ഥ്യത്തെ ഇട്ടുതരുന്നു, അവൻ അദൃശ്യങ്ങളെ നന്നായി അറിയുന്നവനാകുന്നു എന്നാണ്. അല്ലെ, യഖ്ദിഫു ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം കൊണ്ട് അള്ളാഹു അസത്യത്തെ തകർത്തെറിയുന്നു എന്ന അർത്ഥത്തിലാണ്. മിഥ്യ എത്ര ശക്തമാണെന്ന് തോന്നിയാലും സത്യത്തിന്റെ മുന്നിൽ അത് നിലംപരിശാകും എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അറിവ് അല്ലാമുൽ ഖുയൂബ്, മനുഷ്യർക്ക് അറിയാത്ത അദൃശ്യമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 49-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഖുൽ നീ പറയുക, ജാഹൽ ഹഖു യാഥാർത്ഥ്യം വന്നു, വമാ യുബ്ദിഉ തുടക്കമുണ്ടാക്കുക തുടങ്ങി വെക്കുകയില്ല, അൽ ബാത്തിൽ നിരർത്ഥകം അയാഥാർത്ഥ്യം, വമാ യുഖീദു അത് ആവർത്തനമുണ്ടാക്കുകയുമില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അഥവാ പറയുക, യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞു, നിരർത്ഥകമായത് തുടക്കമുണ്ടാക്കുകയുമില്ല, ആവർത്തനം ചെയ്യുകയുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇത് അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അല്ലേ, അതായത് മക്ക വിജയ ദിവസം ഫതഹു മക്ക എന്നാണ് അറിയപ്പെടുന്നത്. കഅബാലയത്തിന് ചുറ്റുമുള്ള 360 വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത് ഈ ആയത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹീൽ ബുഖാരിയിലൊക്കെ കാണാൻ സാധിക്കും. സത്യത്തിൻ്റെ മുൻപിൽ അസത്യം പരാജയപ്പെട്ടു പോകുന്നതാണ്. സത്യത്തിൻ്റെ ശക്തി അതാണ് കാണുന്നത്. സത്യം ഇസ്ലാം ഉറച്ചു നിന്നാൽ അസത്യത്തിന് ശിർക്കിന് യാതൊരു നിലനിൽപ്പും ഉണ്ടാവുകയില്ല. പുതിയ കാര്യങ്ങൾ ചെയ്യാനോ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനോ അതിന് സാധിക്കുകയുമില്ല. ഇതാണ് അല്ലാഹു ഖുൽ ജാഅൽ ഹഖു വമാ യുബ്ദിഉൽ ബാതിലു വമാ യുഖീദു എന്നാണ്. ഇതിന് സമാനമായ ആയത്തുകൾ മറ്റ് ചില സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും.
അള്ളാഹു സത്യം വന്നാൽ അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 50-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കുൽ നീ പറയുക, ഇൻ ലലൽതു ഞാൻ വഴിപിഴച്ചെങ്കിൽ, ഫഇന്നമാ അളില്ലു എന്നാൽ നിശ്ചയമായും ഞാൻ പിഴയ്ക്കുന്നു, അലാ നഫ്സി എൻ്റെ പേരിൽ മാത്രം, വഇനിഹ്തദൈതു ഞാൻ നേർമാർഗം പ്രാപിച്ചെങ്കിൽ, ഫബിമാ യുഹിയ എന്നാൽ വഹി ബോധനം നൽകുന്നത് കൊണ്ടുമാണ്, ഇലയ്യ എനിക്ക്, റബ്ബി എൻ്റെ റബ്ബ്, ഇന്നഹു സമീഉൻ നിശ്ചയമായും അവൻ കേൾക്കുന്നവനാണ്, കരീബുൻ സമീപസ്ഥനാണ്, അടുത്തവനാണ് എന്നാണ്. പറയുക, ഞാൻ വഴിപിഴച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ദോഷം വരുത്തി തന്നെയാണ് ഞാൻ വഴിപിഴയ്ക്കുന്നത്. ഞാൻ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റബ്ബ് എനിക്ക് വഹി നൽകുന്നത് കൊണ്ടുമാണ്. നിശ്ചയമായും അവൻ കേൾക്കുന്നവനാണ്, സമീപസ്ഥനാണ്. ഇതാണ് അള്ളാഹു 50-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ഒരു വിനയവും തനിക്ക് ലഭിച്ച നേർവഴി സ്വന്തം കഴിവുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹി സന്ദേശം കൊണ്ട് മാത്രമാണ് എന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ സമീഉൻ കരീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൻ്റെ ദാസന്മാരിൽ പ്രാർത്ഥനകൾ കേൾക്കുന്നവനും തൻ്റെ സമീപ്യം അറിവ് കൊണ്ടും ഏറ്റവും അടുത്തവനുമാകുന്നു എന്ന അർത്ഥത്തിലാണ് അള്ളാഹു അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. 51-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, വലൗ തറാ ഇത് ഫസിഉ വലൗ തറ നീ കാണുകയാണെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ, ഇത് ഫസിഉ അവർ പേടിച്ചു നടുങ്ങുമ്പോൾ, ഫലാ ഫൗത്ത അപ്പോൾ ഒഴിവാകൽ പാഴാകലില്ല, വഉഖിദു അവർ പിടിക്കപ്പെടുകയും ചെയ്യും, മിൻ മഖാനിൻ ഒരു സ്ഥലത്ത് നിന്ന്, ഖരീബ് അടുത്ത സമീപസ്ഥമായ. അവർ പേടിച്ചു നടുങ്ങുന്ന സന്ദർഭം നീ കാണുകയാണെങ്കിൽ, ആ ഭയങ്കരം തന്നെ, അപ്പോൾ പിടിയിൽപ്പെടാതെ ഒഴിവാകലോ ഇല്ല, സമീപത്തു നിന്നും തന്നെ അവർ പിടിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാനിൻ കരീബ് എന്ന് പറഞ്ഞാൽ അവർ സമീപത്ത് തന്നെ ഉടനെ തന്നെ പിടിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പരലോകത്തെ ഒരു ഭയവിഹ്വലമായ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണസമയത്തോ അന്ത്യനാളിലോ ശിക്ഷ നേരിട്ട് കാണുമ്പോൾ സത്യനിഷേധികൾ കടുത്ത ഭയത്തിലാകുമെന്നും, അല്ലേ, ഫലാ ഫൗത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തപ്പിത്തടയാനോ രക്ഷപ്പെടാനോ അവർക്ക് സാധിക്കുകയില്ല എന്നും, അവർ നിന്നിരുന്ന വളരെ അടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ മലക്കുകൾ അവരെ ബലമായി പിടികൂടുമെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. 51-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. 52-ാമത്തെ ആയത്ത്, വഖാലു അവർ പറയുകയും ചെയ്യും, ആമന്നാ ബിഹി ഞങ്ങൾ അതിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, വ അന്നാ ലഹും അങ്ങനെയാണ് അവിടെ നിന്നാണ് അവർക്ക് തനാവുഷു കരസ്ഥമാകൽ, കൈപ്പറ്റൽ അല്ലെങ്കിൽ കിട്ടൽ ഉണ്ടാകുന്നത്, അല്ലെ, ഒരു സ്ഥലത്തു നിന്ന്, മിൻ മഖാനിൻ ബഈദിൻ വിദൂരമായ അകന്ന, അഥവാ അവർ അപ്പോൾ പറയുകയും ചെയ്യും ഞങ്ങൾ അതിൽ അവിശ്വസിച്ചു എന്ന്. വിദൂര സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അവർക്ക് കരസ്ഥമാകൽ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. 52-ാമത്തെ വചനമാണ്. 52-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് വൈകിയുള്ള ഒരു ഈമാനാണ്, അസ്വീകാര്യമായ ഒരു വിശ്വാസം, ഇല്ലേ. ശിക്ഷ കണ്ട് ഭയക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഫിറഔൻ പറഞ്ഞതുപോലെ, മരിക്കാൻ നേരത്ത് ഞങ്ങൾ മൂസാ നബിയുടെ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സൃഷ്ടാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശിക്ഷ കണ്ട് ഭയക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഖുർആനിലും പ്രവാചകനിലും വിശ്വസിച്ചു എന്ന്. അത്തനാവുഷു എളുപ്പത്തിൽ കയ്യിൽ ഒതുക്കുക എന്നർത്ഥം. അഥവാ അതുവരെ തോന്നിയതുപോലെ ജീവിക്കുക, എന്നിട്ട് മരണം മുന്നിൽ കാണുമ്പോൾ ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറയുക. അപ്പം പറയാണ് അള്ളാഹു എളുപ്പത്തിൽ കയ്യിൽ ഒതുക്കുക എന്നർത്ഥം. വിദൂരമായ സ്ഥലം, മഖാനും ബഈദ്, വിശ്വാസം സ്വീകരിക്കേണ്ട ഭൗതിക ലോകം, ദുനിയാവ് ഏറെ ദൂരെ കഴിഞ്ഞുപോയി. ഇനി പരലോകത്ത് വെച്ചുള്ള ഒരു വിശ്വാസം കയ്യിൽ ഒതുക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു അള്ളാഹു ചോദിക്കുന്നത്. ആ വിശ്വാസം കൊണ്ടൊരു കാര്യവുമില്ല, അല്ലെ. അത് വിദൂര സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അവർക്കതിന് വേഗം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക? അതൊരിക്കലും സാധ്യമല്ല എന്ന് അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 53-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, വഖദ് കഫറു അവർ വിശ്വസിച്ചിട്ടുണ്ട്, അവിശ്വസിച്ചിരിക്കെ, ബിഹി അതിൽ, അദ്ദേഹത്തിൽ, മിൻ ഖബിലു മുമ്പ്, വയക്ദിഫൂന അവർ എറിയുകയും ആരോപിക്കുകയും ചെയ്യുന്നു, ബിൽ ഗൈബി അദൃശ്യത്തിൽ, കാണാതെ, ഊഹിച്ചുകൊണ്ട്, മിൻ മഖാനിൻ ബഈദ് വിദൂര സ്ഥലത്തു നിന്ന്. അഥവാ അവർ മുമ്പ് അവിശ്വസിച്ചിരിക്കുകയാണല്ലോ, വിദൂര സ്ഥലത്ത് നിന്ന് അവർ കാണാതെ ഊഹാസ്ത്രം എറിയുകയും ചെയ്തിരുന്നു എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല 53-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. ദുനിയാവിലെ നിഷേധം കൊണ്ടും അവസരമുണ്ടായിരുന്ന ഭൗതിക ലോകത്ത് വെച്ച് ഖുർആനെയും പരലോകത്തെയും തള്ളിക്കളയുകയും വയഖ്ദിഫൂന ബിൽ ഗൈബി, യാതൊരു തെളിവുമില്ലാതെ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിനെതിരെ ഇത്തരം തർക്കങ്ങളും അസ്ത്രങ്ങളുമൊക്കെ എഴുതിയിരുന്ന ആളുകൾ. ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ ഭ്രാന്തനാണ്, കവിയാണ്, മന്ത്രവാദിയാണ് എന്നൊക്കെ വിളിച്ചതും പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലെന്ന് ഊഹിച്ചു പറഞ്ഞതുമൊക്കെയാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നും ആളുകൾ പറയാറുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒരു തെളിവുമില്ലാതെ, ഒരു ലോജിക്കും ഇല്ലാതെ, ഒരു പ്രമാണവും ഇല്ലാതെ അവരിങ്ങനെ പറയുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ വന്ന് വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്ന അബദ്ധത്തെയാണ് അള്ളാഹു അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. 54-ാമത്തെ വചനം, വഹീല ബൈനഹും വ ബൈന മാ യഷ്തഹൂന. വഹീല മറയിടപ്പെടും, തടയപ്പെടും, ബൈനഹും അവർക്കിടയിൽ, വ ബൈന മാ യഷ്തഹൂന അവർ ഇച്ഛിക്കുന്നതിനിടയിലും, കമാ ഫുഇല ചെയ്യപ്പെട്ടതുപോലെ, ബി അശിയാഇഹിം അവരുടെ കക്ഷികളെ കൊണ്ട്, മിൻ ഖബിലു മുമ്പുള്ള, ഇന്നഹും ഖാനു നിശ്ചയമായും അവരായിരുന്നു, ഫി ശക്കിൻ സംശയത്തിലായിരുന്നു, മുരീബ് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സന്ദേഹകരമായ സംശയത്തിലായിരുന്നു എന്നാണ്. അവരുടെയും അവർ ഇച്ഛിക്കപ്പെടുന്നതിൻ്റെയും ഇടയിൽ മറയിടപ്പെടുമെന്നും തടസ്സം നേരിടുമെന്നും മുമ്പുണ്ടായിരുന്ന അവരുടെ കക്ഷികളെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ. കാരണം നിശ്ചയമായും അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംശയത്തിലായിരുന്നു എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അവരുടെ തീരാത്ത ആഗ്രഹവും മറയുമാണ്. തൗബ ചെയ്യാനും ദുനിയാവിലേക്ക് തിരിച്ചുപോയി നല്ലത് ചെയ്യാനും അവർ ആഗ്രഹിക്കും. മായസ്തഹൂന, എന്നാൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കിടയിൽ അള്ളാഹു തടസ്സം സൃഷ്ടിക്കും. മുൻഗാമികളുടെ വിധിയെക്കുറിച്ചാണ്. സത്യത്തെ സംശയിച്ച് തള്ളിക്കളഞ്ഞ മുൻകാല ജനവിഭാഗങ്ങൾക്കെല്ലാം സംഭവിച്ച ദുരന്തം തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന സത്യനിഷേധികൾക്കും സംഭവിക്കാൻ പോകുന്നത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന സംശയം, ഷക്കും മുരീബ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ ഉൾക്കൊള്ളാൻ, ഷക്കിൻ മുരീബ് എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉൾക്കൊള്ളാൻ മനസ്സു കാണിക്കാതെ എപ്പോഴും സംശയങ്ങളിലും അവിശ്വാസത്തിലും കഴിഞ്ഞവരാണ്, അവരുടെ നാശത്തിന് കാരണമാണ് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലേ? ഇപ്പോൾ ഇതുവരെ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അവസാന ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു. ഇനി അവരെന്തു തന്നെ ഇച്ഛിച്ചിട്ടും ഫലമില്ല എന്നും, മുമ്പ് ഇവരെ പോലെ അവിശ്വാസികളായി ജീവിച്ച എല്ലാ വിഭാഗങ്ങൾക്കും എടുക്കുന്ന അതേ ശിക്ഷ നടപടി അവരിലും എടുക്കപ്പെടുമെന്നും, സത്യത്തിൽ വിശ്വസിക്കാതെ ആശയക്കുഴപ്പം സംശയവുമായി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർ പാഴാക്കി കളഞ്ഞുവെന്നുമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിച്ച് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. ഈ സൂറത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ രണ്ടുപേരായിട്ടോ ഒറ്റയ്ക്കായിട്ടോ നിഷ്പക്ഷമായി ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തി. പ്രവാചകൻ നിഷ്കളങ്കമായ പ്രബോധനം ചെയ്യുന്ന ഗുണകാംക്ഷിയാണെന്ന് ഓർമ്മപ്പെടുത്തി. അള്ളാഹു സത്യം കൊണ്ട് അസത്യത്തെ തകർക്കും എന്നും മക്ക വിജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്ത്, ഈ സൂറത്തിലെ 49-ാമത്തെ വചനം, ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ നേർവഴി വഹി മുഖേനയാണ് എന്നതും പരലോകത്തെ ശിക്ഷ കണ്ട് വിശ്വസിക്കുന്നവർ അസ്വീകാര്യമാണ് എന്ന് തനാവുഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണെന്നും, പശ്ചാത്തപിക്കാനുള്ള മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് മുന്നിൽ മറ സൃഷ്ടിക്കപ്പെടുമെന്നും, വഹീല ബൈനഹും. ഇതോടെ സൂറത്തു സബ ഇവിടെ പൂർണ്ണമാവുകയാണ്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് 34-ാം അധ്യായം സൂറത്തു സബഉം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 3 സൂറത്തുകളാണ് ഈ പ്രാവശ്യം പഠിച്ചിട്ടുള്ളത്. 22-ാമത്തെ ജുസ് സൂറത്തു സജദ, സൂറത്തു അഹ്സാബ്, സൂറത്തു സബ. നമുക്ക് പഠിക്കാനായിട്ട് ലേന്തി ഖുർആൻ്റെ ഒരു വിശുദ്ധ ഖുർആൻ വിവരണം നമ്മുടെ കയ്യിലുണ്ട്. അത് ക്ലാസ്സിന് പുറമെ നമ്മൾ ക്ലാസ്സുകളിൽ ആയത്തിൻ്റെ വാക്കർത്ഥങ്ങളും അതുപോലെ തന്നെ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും വായിക്കുകയുണ്ടായി. അതോടൊപ്പം അതിൻ്റെ മനുമലുവിയുടെ ആ ഒരു ഖുർആൻ വിവരണം വെച്ചിട്ട് അതിൻ്റെ വിശദ ഭാഗങ്ങൾ കൂടി വായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു സബ 54 ആയത്തുകളാണ്. അവസാന ആയത്ത് നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ അവസാന ഭാഗത്ത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഒരു വ്യാഖ്യാനക്കുറിപ്പ്. നമ്മൾ മുമ്പ് ഈ ആയത്തുകളിൽ സൂചിപ്പിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വ്യാഖ്യാനക്കുറിപ്പ് നൽകുന്നുണ്ട്. അതായത് ഏകദേശം 3918-ാമത്തെ പേജാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ വ്യാഖ്യാനക്കുറിപ്പിൽ ആദ്യ ഭാഗത്തുള്ളത് നമ്മൾ ഈ സൂറത്തിൽ വിശദീകരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ മരണവാർത്തയെ പറ്റിയിട്ടാണ്. അത് ഖുർആനിൻ്റെ പ്രസ്താവനയും തൽപര കക്ഷികളുടെ വ്യാഖ്യാനങ്ങളും, ചില തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിന് വ്യക്തമായൊരു മറുപടി കൂടിയാണ്. അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ മരണവും ചെതലിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭാഗം എല്ലാവരും ഒന്ന് വായിക്കണം. 4-5 പേജുണ്ട്. അതെല്ലാവരും ഒന്ന് പ്രത്യേകം വായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അതിൽ നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പിന്നെ ഉള്ളത് അതിൻ്റെ അവസാന ഭാഗത്ത് മാരിബ് അണക്കെട്ടിനെ കുറിച്ചാണ്. അഥവാ സബ് ആ നാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും എന്നിട്ട് അവരതിനെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ അവർക്കുണ്ടായ ആ ശിക്ഷ അതിനെ സംബന്ധിച്ചാണ്. ആ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ ആ പ്രദേശത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതുമൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം, ഒരു പേജോളം അടങ്ങുന്ന ഒരു വിശദീകരണം അമാനി മൗലവി അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി വായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൃത്യമായി പഠിക്കുക, കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഉപകാരപ്രദമായ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന സമയത്ത് പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.